നാട്ടുകാരും എന്തിന് കൂട്ടുകാർ പോലും പറയും, ഓ അവൻ എന്തൊക്കെ വീട്ടുപണിയൊക്കെയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ തളരണ്ട രാമൻകുട്ടി, ഈ വീട്ടുജോലിക്ക് മാസം 1 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കും. വീട്ടുജോലി എന്നൊക്കെ നാട്ടുകാർ പറയുമെങ്കിലും ഹോം മാനേജർ എന്ന സ്റ്റൈലൻ പേരാണ് ഈ ജോലിക്ക്. ഇന്ത്യയിലും ധാരാളം തൊഴിലവസരങ്ങൾ വന്നു തുടങ്ങിയതോടെ കരിയർ മേഖലയിൽ ഹോം മാനേജർ പുതിയ ട്രെൻഡായിരിക്കുകയാണ് ഇപ്പോൾ. വീട്ടിലെ ദൈനംദിന ജോലികൾ നല്ല വൃത്തിയായി ചെയ്യിപ്പിച്ചു കൊടുക്കുകയാണ് ഹോം മാനേജർമാരുടെ ചുമതല. വമ്പൻ പണക്കാർ വീടുകളിൽ നിലനിന്നിരുന്ന ഹോം മാനേജർ രീതി ഇപ്പോൾ ഉയർന്ന ശമ്പളവും വീട്ടുകാര്യങ്ങൾ നോക്കാൻ സമയക്കുറവുമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അനുകരിച്ചു തുടങ്ങിയതോടെ ഈ മേഖലയിൽ സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ്. ഹോം മാനേജർമാർക്ക് പ്രതിമാസം 1 ലക്ഷം രൂപ വരെ ശമ്പളം ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ടെന്നാണ് പുതിയ വിവരം. വീട്ടുകാര്യങ്ങളും ഓഫീസിലെ ജോലി തിരക്കും ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ പ്രയാസപ്പെടുന്നവരാണ് വീട്ടിലെ പണികളെല്ലാം നന്നായി നിർവഹിക്കാൻ ശേഷിയും ആത്മാർത്ഥതയുമുള്ള ആളുകൾക്ക് തൊഴിൽ നൽകാൻ ആരംഭിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും അറ്റകുറ്റപ്പണികൾക്ക് ആളെ ഏർപ്പാടാക്കാനും ഓഫീസിലെ 100 കൂട്ടം പണികൾക്കിടയിൽ സമയം കിട്ടാത്തവരുടെ വീട്ടിലെ കാര്യങ്ങൾ അവരുടെ അഭാവത്തിലും ഭംഗിയായി നടത്തിക്കൊടുക്കാൻ സാധിക്കുന്നവർക്കാണ് പുതിയ തൊഴിലവസരം തുറന്നു കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം ഒരാളെ ഏൽപ്പിക്കുമ്പോൾ തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ് പരമായ ഉയർച്ചയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തൊഴിലുടമയ്ക്ക് കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. എഴുത്തുകാരൻ സഹിൽ ബ്ലൂം ഹോം മാനേജർമാരെ കുറിച്ചിട്ട പോസ്റ്റിന് ഗ്രേലാബ് സ്ഥാപകനും മേധാവിയുമായ അമൻ ഗോയൽ മറുപടിയായി എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ഹോം മാനേജർമാരെ കുറിച്ചുള്ള ചർച്ച സോഷ്യൽ മീഡിയയിലും കരിയർ രംഗത്തും ചർച്ചയായത്. വീട്ടിലെ ഏത് കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയണമെങ്കിലും 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന ഹോം മാനേജർക്ക് പ്രതിമാസം $500 സന്തോഷപൂർവ്വം നൽകാൻ തയ്യാറാണെന്നായിരുന്നു സഹിൽ ബ്ലൂം പോസ്റ്റ് ഇട്ടത്. ഇതിന് മറുപടിയായി അമൻ ഗോയൽ പറഞ്ഞത്, ഞാനൊരു ഹോം മാനേജറെ നിയമിച്ചു, അയാൾക്ക് ഞങ്ങൾ പ്രതിമാസം 1 ലക്ഷം രൂപ നൽകുന്നു എന്നാണ്. എന്ത് ഭക്ഷണം വേണമെന്ന് തീരുമാനിക്കുക, തുണി കഴുകുക, അവ അടുക്കി വെക്കുന്ന വാർഡ്രോബുകൾ നോക്കുക, വീട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തുക, പലചരക്കും മറ്റും വാങ്ങുക തുടങ്ങി എല്ലാ കാര്യങ്ങളുടെയും ചുമതല ഹോം മാനേജറെ ഏൽപ്പിച്ച് സ്വന്തം ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്താനുള്ള ശ്രമത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുകയാണ് അമൻ ഗോയലും ഭാര്യ ഹർഷിത ശ്രീവാസ്തവയും. ഒരു ഹോട്ടൽ ശൃംഖലയിൽ ഓപ്പറേഷൻസ് വിഭാഗം മേധാവിയായി ജോലി എടുത്തിരുന്ന ആളെ 1 ലക്ഷം രൂപ ശമ്പളം നൽകി വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ നിയമിച്ച തീരുമാനം ശരിയായിരുന്നു എന്ന ചോദ്യത്തിന് ഇതുവരെ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഇരുവരുടെയും ഉത്തരം. അമൻ ഗോയലിന്റെ മറുപടിക്ക് സമ്മിശ്ര പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിലുള്ളത്. കുറെ പേർ പിന്തുണച്ചെങ്കിലും വിമർശനങ്ങളും ഉണ്ടായി. ഇങ്ങനെയാണ് ഒരു കമ്പനിയുടെ സ്ഥാപകരെ പണം നശിപ്പിച്ചു കളയുന്നതെന്നും വീട്ടിലെ 3-4 പേരെ നോക്കാനായി 1 ലക്ഷം രൂപ നശിപ്പിക്കുന്നതെന്നുമൊക്കെ കമന്റ് ഉണ്ടായി. കമ്പനികളുടെ സ്ഥാപകർ കുറച്ച് ശമ്പളമേ എടുക്കാവൂ എന്ന് പേപാൽ സഹസ്ഥാപകനും അമേരിക്കൻ ബിസിനസ്സുകാരനുമായ പീറ്റർ തിയൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു യൂസർ ഓർമ്മിപ്പിച്ചു. എന്നാൽ തന്റെ വ്യക്തിപരമായ വരുമാനം നിന്നാണ് ഹോം മാനേജർക്ക് ശമ്പളം നൽകുന്നത്, അല്ലാതെ കമ്പനിയിൽ നിന്ന് എടുത്തല്ലെന്ന് ഇക്കാര്യത്തിൽ ഗോയൽ വ്യക്തത വരുത്തുകയും ചെയ്തു. ഒരു വീട്ടിൽ എന്തൊക്കെ വേണമെന്ന് മുൻകൂട്ടി കണ്ട് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഓഫീസ് ജീവിതവും വീട്ടുജീവിതവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പണക്കാരുടെ വീട്ടിൽ വമ്പൻ തൊഴിലവസരമാണ് നിങ്ങൾക്കായി ഒരുങ്ങുന്നത്.